ഹലോ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വ്ളോഗായിട്ട് വരുന്നത്. വേറൊന്നുമല്ല, കുഞ്ഞുമായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബിസിയായിരുന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം മോനുമായിട്ടൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടേക്കുമല്ല, കൊടൈക്കനാലിലേക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോകുന്നത്. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ് കേട്ടോ. അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ട് വെളുപ്പിനെയാണ് പുറപ്പെടുന്നത്. ഇത് നമ്മുടെ പുണ്യാളനാണ്. നമ്മളെവിടെ പോയാലും പുണ്യാളൻ്റെ മുമ്പിൽ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡേയുടെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ അവിടെ കയറി പ്രാർത്ഥിച്ച് പൈസയൊക്കെ ഇട്ടു. കാരണം അന്നൊരു സൺഡേ ആയിരുന്നു, നമുക്ക് പള്ളിയിലും പോകാൻ പറ്റത്തില്ലായിരുന്നു. കാരണം രാവിലെ പോയി, ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി. എനിക്ക് ഉറക്കമൊന്നും കിട്ടിയില്ല, കാരണം ഞാൻ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഇത് സാരമില്ല, നമുക്ക് പോകുന്ന വഴി ഉറങ്ങാമല്ലോ. അപ്പം ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരുന്നു. എന്തൊക്കെയോ ഒരു ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നാൾക്ക് ശേഷം പോകുന്നത് കണ്ടിട്ട് നമ്മളൊരു 3:30 ആയി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. വീട് ആരൂരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 5:30 ആയി നമ്മൾ തൃശ്ശൂരെത്തിയപ്പോൾ. തൃശ്ശൂർ അവിടെ ഹൈവേയിലായിട്ടൊരു ടീ ഷോപ്പുണ്ട്. അവിടെയാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് നിർത്തി. ഇത്രയും ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ക്ഷീണം വരുമല്ലോ. അത് മാത്രമല്ല, അവിടെ ആണെങ്കിൽ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകണമെങ്കിലും സൗകര്യമായിരിക്കും. അങ്ങനെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. നമ്മളവിടുന്ന് പുറപ്പെട്ട് അധികം ലാഗ് അടിച്ചില്ല, കാരണം നമുക്ക് കൊടൈക്കനാൽ വരെ എത്തണമല്ലോ. നല്ല ട്രാവലിംഗ് ഉണ്ട്. അല്ലാത്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് കാറ് ഡ്രൈവ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ട് ഒരാൾ തന്നെ ഓടിക്കണമല്ലോ. ഇത് നമ്മൾ പാലക്കാട് എത്തി കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ദൂരമേ പാലക്കാട്. ഒത്തിരി നാൾക്ക് ശേഷം പോകുന്നതുകൊണ്ടായിരിക്കും എന്തൊക്കെയോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ മോനെ ആണെങ്കിലും 3 മാസം വാഗമണ്ണിൽ പോയെങ്കിൽ ഇതവനെ കുറച്ചും കൂടി കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന ടൈമാണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടും ഇങ്ങനെ പരസ്പരം സംസാരിക്കണുണ്ട്, കാരണം വേറെ ആരും ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോൻ എണീറ്റു. പിന്നെ അവനെ കുറച്ച് നേരം കളിപ്പിച്ച് അവനിങ്ങനെ കണ്ണൊക്കെ തുറന്നപ്പോൾ ഇത് വേറൊരു സ്ഥലമാണല്ലോ എന്നുള്ളൊരു ഇതിലിങ്ങനെ അവൻ ഇരിക്കണുണ്ട്. പിന്നെ അവിടെ ഇപ്പോൾ പുതിയതായിട്ടൊരു ടണൽ പോലൊരു ഇതുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല. ഞാൻ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഇത് കണ്ടില്ല. അത് ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇതിപ്പോൾ വന്നതാവാം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ അകത്തൂടെ പോയിട്ട്. വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ മുംബൈയിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ഇങ്ങനെയുള്ള ഇതിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് പാലക്കാട് വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഇത് പിന്നെ എനിക്ക് പാലക്കാട് വരെയൊക്കെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ അറിയാം. പാലക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വലിയ സ്ഥലത്തിന് തിട്ടമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ഥലം ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ സ്ഥലം പറഞ്ഞ് തെറ്റിക്കണ്ടല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ സ്ഥലപ്പേരൊന്നും പറയാത്തത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പറയാൻ അറിയത്തില്ല, എവിടെയായിരുന്നു. നമ്മളെപ്പോഴും വണ്ടിയിൽ ഫാസ്ടാഗ് ചെയ്തിടുന്നത് നല്ലതാണ് കേട്ടോ. കാരണം 90 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് ഫാസ്ടാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ 180 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫാസ്ടാഗ് ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനത്തെ ട്രിപ്പിനൊക്കെ നമുക്ക് ടൈമും വേസ്റ്റ് ആവില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അതായത് ആ ഒരു ലാഗ് ഫീൽ വരില്ല. ഇത് പാലക്കാട് നിന്ന് ഇച്ചിരി ഉള്ളിലോട്ട് പോയ ഒരു ഏരിയയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല. ഞാൻ ഒരു 10th പഠിക്കുന്ന സമയത്താണ് ഞാൻ കൊടൈക്കനാലിൽ പോകുന്നത്. അതിന് ശേഷം ഞാൻ കൊടൈക്കനാലിൽ പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സന്തോഷം എനിക്ക് അവിടെ എത്തണവരെയും ഉണ്ടായിരുന്നു, എത്തിക്കഴിഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഈ വഴിയുടെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം അതൊരു ബോറിങ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമ്മൾ പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് ബോർഡർ കയറുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സൈഡിൽ ഈ ഒരു ബോർഡ് കാണാം കേട്ടോ, വെൽക്കം ടു തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ പാലക്കാട് ബോർഡറെല്ലാം കഴിഞ്ഞ് അതായത് കേരള ബോർഡർ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ബോർഡറിലോട്ട് കയറുവാണ് കേട്ടോ. അപ്പം രാവിലെ ഇറങ്ങിയത് കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഡെറിന് ഉറങ്ങി, അത് കഴിഞ്ഞ് എണ്ണീറ്റു ഒക്കെ ചെയ്തു ആൾ. അപ്പോൾ നമുക്ക് നല്ല വിഷമട്ടായത് കാരണം ഞാൻ മസാല ദോശയും അച്ഛൻ പൂരി മസാലയും കിഴങ്ങ് മസാലയുമാണ് കേട്ടോ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറൊരു ടേസ്റ്റാണ് അവിടുത്തെ ഫുഡിന്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ മോനും മസാല ദോശയും ആ ഒരു കിഴങ്ങിൻ്റെ മസാലയും കൂടെയാണ് കേട്ടോ കൊടുത്തത്.
അവന് അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു മസാല ദോശയുടെ ടേസ്റ്റ് അല്ല ഈ തമിഴ്നാട് ചെല്ലുമ്പോഴത്തേക്ക്. എനിക്ക് അവിടുത്തെ ഉഴുന്നുവട ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ തമിഴ്നാടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നൊരു സാധനമാണ് ഈ വിൻഡ് മില്ലെന്ന് പറയുന്നത്. ഈ ഡെറിനെ ആർക്കാണ് ഈ കളിപ്പിക്കണമെന്ന് അറിയാമോ? ഇത് കുഞ്ഞിൻ്റെ ഒരു ഫ്രണ്ടായിട്ട് അവൻ കൊണ്ടു നടക്കണം. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ. അപ്പോൾ നമ്മൾ പിങ്കി എന്നാണ് കേട്ടോ അതിന് പേരിട്ടേക്കുന്നത്. പിന്നെ എത്തിയപ്പോൾ തന്നെ പറയാമല്ലോ, നല്ല ചൂടായിരുന്നു. പുറത്തൊക്കെ നല്ല വെയിലായത് കാരണം എന്താ പറയുന്നത്, അതുപോലെ തന്നെ ചൂട് നമുക്ക് ദേഹത്തും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും പളനി വഴിയാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ നമുക്ക് പളനി അമ്പലമൊക്കെ കാണാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ കൂടിയല്ല പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ വഴി തിട്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ കാണാൻ പറ്റുമായിരിക്കും എന്ന് കരുതി. പക്ഷേ റോഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് പളനി ക്ഷേത്രത്തിൻ്റെ ഈ ദൂരേന്ന് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ സൂം ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ചു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറേയൊക്കെ എടുക്കാൻ പറ്റി, കുറേയൊക്കെ എടുക്കാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടിട്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. എല്ലാം പറയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു ലോങ് ട്രിപ്പിന് ശേഷം നമ്മൾ കൊടൈക്കനാൽ എത്തി കേട്ടോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് കൊടൈക്കനാൽ കാണാൻ വേണ്ടിയിട്ട്. 10ാം ക്ലാസ്സിൽ എപ്പോഴോ ഞാൻ കണ്ടതാണ്. അതിന് ശേഷം എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇത് നമ്മൾ കൊടൈക്കനാൽ എത്തിയിട്ട് ആദ്യം കണ്ട ഒരു പ്ലേസാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കയറി വന്ന ഹെയർ പിൻ വളവൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോൾ ഉറങ്ങുമായിരുന്നു. എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, വെളുപ്പിനൊക്കെ ഉറങ്ങാത്തത് കൊണ്ട്. കാരണം ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ഫോട്ടോ എടുത്ത് കേട്ടോ. ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. പാർട്ട് 2 ആയിട്ട് ഞാൻ വരാം കേട്ടോ. അതിനുശേഷം ഞങ്ങൾ റൂമിലെത്തി. മോനുള്ളത് കാരണം അവനായിട്ട് കുറച്ച് നേരം കളിച്ച് ചിരിച്ചിങ്ങനെ ഇരുന്നു. സമയം പോയതറിഞ്ഞില്ല. അങ്ങനെ അവൻ ഉറങ്ങണമല്ലോ, നമുക്ക് ഉറങ്ങണമെങ്കിൽ. അപ്പോൾ റൂമിലെത്തി. നല്ല സേഫായിട്ട് എത്തി കേട്ടോ. നല്ല ക്ലൈമറ്റായിരുന്നു കൊടൈക്കനാലായിട്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.